ദിവസം. ഇനി ബാക്കി നമ്മൾക്കറിയാം, ഒരു ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ജനങ്ങൾ അവരുടെ ചികിത്സ തേടിയൊക്കെ അവിടെ എത്തും. അങ്ങനെ ഇത് ഫുൾ ഫ്ലെഡ്ജ് ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. അധ്യക്ഷ പ്രസംഗമൊക്കെ വിശദമായിട്ട് പിന്നീട് നടത്താം. നിങ്ങൾ കുറേ സമയമായില്ലേ ഇവിടെ എല്ലാവരും ഇരിക്കുന്നു. ഹെലിപ്പാഡ് സംവിധാനം അടുത്തുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ വരുമ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ഈ ഓർഗൻ കൊണ്ടുപോകുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഈ ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിക്കുന്ന കേസിൽ അവരവരുടെ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുമ്പം അത് അതിവേഗം സഞ്ചരിച്ച് മറ്റൊരു സ്പോട്ടിലെത്തും. നമുക്ക് വേണമെങ്കിൽ അത്തരം ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്ത്, ഞാൻ സാറിനോട് പറഞ്ഞു, ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം തിരുവനന്തപുരത്തു നിന്ന് ഒരു ഓർഗൻ കൊണ്ടുപോകുന്നത് പകുതി ദൂരം മതി കായംകുളത്തെത്തി നമുക്ക് ഇവിടെ സംവിധാനം ചെയ്യാനുള്ള അത്രയും ഭംഗിയുള്ള സംവിധാനങ്ങളാണ്, അത്രയും ക്വാളിറ്റിയുള്ള സംവിധാനങ്ങളാണ് സാർ ഇതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇല്ലേ ഫർസാന, നമ്മൾ വന്നല്ലോ ഒന്ന് നോക്കുന്നത്, നമ്മൾ ഞെട്ടിപ്പോകും. അതുപോലുള്ള സംവിധാനങ്ങളാണ്. അതിൽ ഒരു പൈപ്പ് വെക്കുന്നതിൽ പോലും ശ്രദ്ധിച്ചിരിക്കുകയാണ് ക്വാളിറ്റി. അതാണ് ഞാൻ അതിശയിച്ചത്. പൈപ്പ് വെക്കുന്നതിൽ പോലും, ഒരു വാഷ് ബേസിൻ ഫിറ്റ് ചെയ്തതിൽ പോലും ക്വാളിറ്റി നോക്കുകയാണ്, വരുന്നവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനായിട്ട്. നല്ല കഫറ്റേരിയ, നല്ല സീറ്റിംഗ്, അതുപോലെ തന്നെ ICU ബെഡ് എന്ന് വെച്ചിട്ട് എല്ലാവരും ICU ബെഡിലൊന്നും വരാൻ ആഗ്രഹിക്കണ്ട കേട്ടോ. അസുഖമുള്ളവർ മാത്രം വന്നാൽ മതി. അസുഖം ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമ്മളിപ്പം പറയും. പക്ഷെ എങ്കിലും സാറിന് പേഷ്യൻസ് പറയുമോ? ഇല്ല. ഇഷ്ടംപോലെ അസുഖമുള്ളവർ ഓൾറെഡി ഉണ്ടല്ലോ, അല്ലേ? ഇഷ്ടംപോലെ രോഗമുള്ളവർ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അത്താണിയായി മാറും. എന്നാൽ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ എല്ലാവർക്കും രോഗം വരണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ രോഗമുള്ളവരുടെ നല്ല നമ്പറുള്ളൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കായംകുളം താലൂക്ക് ആശുപത്രി ഇപ്പം ഞങ്ങൾ വലിയ രൂപത്തിലൊക്കെ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. അവിടെ 1000 OP ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. 1000 OP ഒരു മാസം 250 പേർക്ക് ഡയാലിസിസ് ചെയ്യുകയാണ്. ഞാൻ അമ്മയെ പറ്റി പറഞ്ഞായിരുന്നു. സാറിൻ്റെ പില്ലർ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അല്ലേ? ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. നമുക്ക് അവരോടൊക്കെ ഭയങ്കര ഒരു ബഹുമാനവും സ്നേഹമാണ്. ശരിക്കും മനസ്സിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കായംകുളത്തിൻ്റെ നിങ്ങളുടെ സ്വന്തം MLA എന്ന നിലയിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം എന്നോട് ഒരുപാട് പേര് ഇപ്പോൾ ഈ ഹോസ്പിറ്റലിനെ പറ്റി ചോദിക്കുന്നു. ഒപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ വരുന്ന ഒരു സ്ഥലം. ഇന്ന് രാവിലെ കൂടി എത്ര പേരാണ് വരുന്നത്? എല്ലാവർക്കും വരുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇരിപ്പുണ്ട്. എല്ലാവരോടും പറയും എൽമെക്സിൽ. ഞാനിപ്പോൾ ഈ സാറിനോട് ഇനി എന്ത് പറയുന്നല്ല. ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ചോദിച്ചു, സാറേ ഇനി 2-3 പേരെ കൂടെ എടുക്കാമോ എന്ന് ചോദിച്ചു. പക്ഷേ സാറേ ഞങ്ങൾ പറയുന്നുണ്ട്, ആദ്യം സാറിനോട് ഒത്തിരി സാലറി ഒന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്, കൊടുക്കുമല്ലേ പിന്നീട് നന്നായിട്ടൊക്കെ എന്ന് പറഞ്ഞു. ഇനി ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റൺ ചെയ്യിച്ചോളാണ് ഞങ്ങൾ പറഞ്ഞത്. അടിപൊളിയായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. അപ്പം ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഇന്ന് രാവിലെ കൂടി എനിക്കൊരു 3-4 റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. പഠിച്ച് ജസ്റ്റ് BSc നേഴ്സിംഗ് കഴിഞ്ഞതേ ഉള്ളൂ, സാറിനോടൊന്ന് പറയണേന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഇത്രയധികം റെക്കമെൻഡേഷൻ ഞങ്ങൾ വേറെ ആരോടും ചെയ്തിട്ടുമില്ല. അതുപോലെ റെക്കമെൻഡേഷൻ സാറിനോട് ചെയ്തു. സാറ് പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു പട്ടാള ചിട്ടയിലാണ് ആളെയൊക്കെ എടുക്കുന്നത്. മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് നോക്കും. നന്നായിട്ട് കേട്ടോ, കുട്ടികളെല്ലാം ശ്രദ്ധിച്ചോണം. സാറ് കംപ്ലീറ്റ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പക്ഷേ കൃത്യമായി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ് ചെയ്യിക്കും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് മെത്തേഡാണ്. സാറിനൊരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. എഞ്ചിനീയർ മാത്രമല്ല, ഒരു മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ട്. ഇവിടെ ഞാനത് കണ്ടു. ഞാൻ സാറിനെ കാണിച്ചു. ഒരു പൈപ്പ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവാം, ധാരാളം ഇപ്പോൾ ആധുനിക കാലമാണല്ലോ. അപ്പോൾ ഇങ്ങനെ അത് ക്ലോസ് ചെയ്യുന്ന മെത്തേഡ് എന്നെ കാണിച്ചു. അപ്പോൾ പറയാം, ഒരു ചെറിയ സ്മെല്ല് പോലും അതിൽ നിന്ന് പുറത്തോട്ട് വരരുതെന്ന് ആഗ്രഹിക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയധികം ശ്രദ്ധയോ? ഒരു വാഷ് ബേസിൻ വെക്കുമ്പോൾ പോലും ശ്രദ്ധിക്കുകയാണ്, വരുന്നവർക്ക് ഒരു കംഫർട്ട് വേണം കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്രയും ദൂരം കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെയൊക്കെ മനസ്സിനകത്ത് വല്ലാത്തൊരു ടെൻഷനും വല്ലാത്തൊരു എന്താണെന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോഴത്തേക്കാണ് അദ്ദേഹത്തെ കൊണ്ട് അവിടെ ചെല്ലാൻ കഴിയുന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴും അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കിട്ടി. പക്ഷേ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. അല്ല, ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഈ അടുത്ത് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നായിരുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.
Ladies and gentlemen, ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ ഹൃദയത്തുടിപ്പായി മാറുന്ന ഈ സ്വപ്ന പദ്ധതിയുടെ എൽമെക്സ് മൾട്ടി ഏറെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയൻ അവറുകളും വേദിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ഏറെ ആദരപൂർവ്വം തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. Ladies and gentlemen, Elmex Multi-Speciality Hospital and Research Centerന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറിമണീസിന്റെ ഭാഗമായി നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി കേരളത്തിന്റെ വികസന നായകൻ ശ്രീ പിണറായി വിജയൻ അവറുകൾ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി SNDP യോഗം ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഒപ്പം ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവറുകളും വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും ഏറെ ആദരപൂർവ്വം തന്നെ എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറിമണീസിന്റെ ഭാഗമായിട്ടുള്ള വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഏറെ ആദരപൂർവ്വം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുകളെ സ്വാഗതം ചെയ്യും. കൃഷ്ണപുരത്തുള്ള ഫിസിഷ്യൻ അസിസ്റ്റന്റ് അമൃത അലൻ വരച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചിത്രം ഈ ഒരു അവസരത്തിൽ സ്നേഹ ഉപഹാരമായിട്ട് മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കുകയാണ്. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു മൊമെന്റിന്റെ ഭാഗമാകാം എല്ലാവർക്കും ചേർന്ന്. താങ്ക് യു സോ മച്ച് അമൃത അലൻ. അമൃത വരച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന് കൈമാറുന്നത്. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഉദ്ഘാടനത്തിന്റെ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് ദീപം തെളിയിച്ചുകൊണ്ട്, ദീപം എന്നത് ഐശ്വര്യമാണെന്നാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന, ഐശ്വര്യപൂർണമായ ദീപം തെളിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചേർന്ന് നിർവഹിക്കുന്നു. ഇൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ സെറമണീസ് ലാം ലൈറ്റിങ്ങിലൂടെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മറ്റ് മന്ത്രിമാരും ചേർന്ന് വേദിയിൽ നിർവഹിക്കുന്നു. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമാകാം പ്ലീസ്. ഐശ്വര്യപൂർണമായ ദീപം തെളിയിച്ച സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കായംകുളത്തിന്റെ മണ്ണിന് സ്വന്തമായിരിക്കും. സഹോദരി സഹോദരന്മാരെ, ആദ്യമായും വൈകിപ്പോയതിലുള്ള ഖേദം പ്രകടിപ്പിക്കട്ടെ. ഞാൻ വിചാരിച്ചാലും എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി.
കഴിയാവുന്നത്ര വേഗത്തിൽ വരാൻ വേണ്ടി നോക്കിയെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ അതിന് പറ്റിയില്ല. അതാണ് നിങ്ങളെയെല്ലാം കുറേയധികം സമയം കാത്തിരിക്കേണ്ടി വന്നത് എന്നാണ് ആദ്യമായും പറയാറുള്ളത്. ഇവിടെ നല്ലൊരു ചടങ്ങിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എന്നാലും ചുരുക്കി പറയാം. അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നു. അവിടെ ഷോപ്പിംഗ് മാൾ ഇല്ലാത്തതാണ് ഒരു ഹോസ്പിറ്റൽ. ശരി, അതിന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റിക്ക് ഞാൻ രൂപം കൊടുത്തു. സാമ്പത്തികമായിട്ട് എൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങനെ ബാങ്കിൽ നിന്ന് ലോണൊന്നും എടുക്കാറില്ല. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കുന്നു, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു എനിക്കുള്ളത്. അത് ബാങ്ക് ഓഫ് ബറോഡയുടെ GM ഇരിപ്പുണ്ട്. അദ്ദേഹം അതിശയിക്കുന്നുണ്ടാകാം, ക്ഷമിക്കണം, ഞാൻ അതിൽ നിരുത്സാഹപ്പെടുത്തുകയല്ല. ഓക്കെ, എൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ മറ്റ് ബാധ്യതകളില്ലാതെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിർമ്മിക്കണം നമ്മുടെ നാട്ടിലേക്ക് എന്നെനിക്ക് ആഗ്രഹമുണ്ടായി. അതിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി. അതിനിടയിൽ പല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ വാർ യുദ്ധം വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ